തൂക്കി എന്ന് പറഞ്ഞാൽ കൊല തൂക്ക്, മാസ് തൂക്ക്. ഇത് ഒരു നാടകം കണ്ടിറങ്ങിയ ഒരു ഫീലാണ് നമുക്ക് ഉണ്ടായത്. പിന്നെയും കൊള്ളാൻ തോന്നുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ മലയാളത്തിന്റെ വിഷു റിലീസ് ഒക്കെ ഓൺ ആയിട്ടുണ്ട്. നരിവേട്ടയ്ക്ക് ശേഷം എത്തുന്ന ടൊവിനോയുടെ ഒരു ആക്ഷൻ പീരീഡ് ഡ്രാമ മൂവി പള്ളിച്ചട്ടമ്പി, ഡയറക്ടർ ബൈ ഡിജോ ജോസ് ആന്റണി, അപ്പോൾ മ്യൂസിക് ബൈ ജേക്സ് ബിജോയ്. പള്ളിച്ചട്ടമ്പി കണ്ടിറങ്ങി ഓടിച്ചോടെ എങ്ങനെയുണ്ടായിരുന്നു റിവ്യൂ ചോദിച്ചു നോക്കാം. ഒരു 1.5 ക്യാമിയോ റൂമേഴ്സ് ഒക്കെ കേട്ടിരുന്നു, അപ്പോൾ അതൊക്കെ തൂക്കിയോ നമുക്കൊന്ന് നോക്കാം. നേരെ പള്ളിച്ചട്ടമ്പി റിവ്യൂലേക്ക്. വാച്ചബിൾ ആണ്. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, അത്യാവശ്യം ഒരു മാസ് പീരീഡ് ആക്ഷൻ ആണോ പരിപാടി? അത് നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്സ് പറയുന്ന ഒരു പടമാണ്. അപ്പൊ അതിന്റെ ഒരു സെക്കൻഡ് ഹാഫ് വാച്ചബിൾ ആണ്. മൊത്തത്തില് ക്യാമിയോ ഹൈപ്പ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല. എന്തായാലും മൊത്തത്തിൽ വർക്കാവും. ഒരു വാച്ചബിൾ സ്റ്റോറി ഒക്കെ കണ്ടു മടുത്തതാണോ? നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു പൊളിറ്റിക്സ്, ഓൾഡ് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പടം. തിയേറ്ററിൽ കാണാൻ തിയേറ്റർ മെറ്റീരിയൽ ആയിട്ടാണോ? ഒരു അത്യാവശ്യം ആക്ഷനൊക്കെ കൊള്ളാം. മൊത്തത്തിൽ വാച്ച് ഭയങ്കര ഷോക്കാണോ? ഭയങ്കര ഷോകം. എല്ലാം അവിയൽ വരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്തിട്ടേക്കാണ്. കാരണം പുള്ളി സ്ട്രോങ് ആയിട്ടൊരു രാഷ്ട്രീയം പറയാൻ നോക്കി. അതിനകത്ത് കുറെ ക്യാമിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഒരു 100 കോടി ക്യാമിയോ എന്നൊക്കെയാ റൂമർ കേട്ടോ. അത്ര ഉണ്ടോ? എന്റെ പൊന്നു, ഇത് മിക്കവാറും മറ്റേ ഒരു പീരീഡ് ഡ്രാമ എന്ന് പറഞ്ഞിട്ട് നാടകമാക്കി കഴിച്ചോ? ഇത് ഒന്നുമല്ല, ഇത് എന്തോ അതായത് പുള്ളി കുറെ ഐഡിയാസ് ഉണ്ടായിരുന്നു, അതെല്ലാം അവിടെ ഇവിടെ കാണിച്ചു. പക്ഷെ ഓവറോൾ പടം തിയേറ്ററിൽ കാണാനുണ്ടോ? ഇത് നമുക്ക് സമയമുണ്ടെങ്കിൽ ഇരുന്ന് കാണാം. പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിന്റെ RRR, അത് തന്നെ ഡിജോ ജോസ് ആന്റണിയുടെ അടിപൊളി പടം. വേറൊന്നുമല്ല, കുഞ്ഞമ്പ് നമ്പ്യാരെന്നും പറഞ്ഞ ഒരു ക്യാമിയോ വരുന്നുണ്ട്. ക്യാമിയോ തൂക്കി എന്ന് പറഞ്ഞാൽ കൊല തൂക്ക്, മാസ് തൂക്ക്. വേറൊന്നുമല്ല, ഈ പടത്തിലുണ്ടല്ലോ ഇതിന്റെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും അതൊക്കെ നമ്മൾ കണ്ടുപഠിക്കണം. മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവർ കണ്ടുപഠിക്കണം. നമ്മുടെ സിദ്ദീഖ് വരുന്നുണ്ട്, ഒരു മറുകൊക്കെ വെച്ച് എന്താ അടിപൊളി. അതേപോലെ തന്നെ ക്യാമിയോടെയൊക്കെ ആ കോസ്റ്റ്യൂമും, അതേപോലെ തന്നെ ക്യാമിയോ സംഭവമാണ്. മലയാളത്തിന്റെ RR ലോഡിങ്. രാജമൗലി ഒന്നും ഡിജോ ജോസ് ആന്റണിയുടെ മുമ്പിൽ ഒന്നുമല്ല. വേറൊന്നുമല്ല, മറ്റേ പുള്ളിയുടെ ഫസ്റ്റ് സിനിമ ഉണ്ടല്ലോ ക്യൂൻ, അതിനകത്ത് നമ്മള് അടിപൊളിയായിട്ട് പുള്ളിയെ കയറ്റി വിട്ടില്ലേ. ഇൻഡസ്ട്രി ഹിറ്റ് ഒന്നുമല്ല, വിഷു കൈനീട്ടമാണ് പടം. വിഷു കൈനീട്ടം. ഓക്കെ, ട്രെയിലറൊക്കെ കണ്ടാൽ നല്ല ആക്ഷനൊക്കെ ഉള്ള ആക്ഷൻ മൂവിയാന്ന് വിചാരിച്ച് ഓടി വന്നതാണ്. പക്ഷേ ഇതിനകത്ത് ഇത് ഒരു നാടകം കണ്ടിറങ്ങിയ ഒരു ഫീലാണ് നമുക്ക് ഉണ്ടായത്. അതേപോലെ തന്നെ ഇവര് ഭയങ്കര ക്യാമിയോ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് ക്യാമിയോ കണ്ടിട്ടൊന്നും തോന്നിയൊന്നുമില്ല, ഭയങ്കര ബോറായിരുന്നു. മറ്റേ ചത്ത പച്ച മൂവിയിലെ ആ ഒരു ഫീലാണ് നമുക്ക് കണ്ടിറങ്ങിയപ്പോൾ ഉണ്ടായത്. പിന്നെ ഒരു തിയേറ്റർ വാച്ചിനുള്ള എനിക്ക് തോന്നിയില്ല, പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നിയില്ല. ശോകമാണ്. അതേപോലെ ഫാൻസ് ആയാലും എറിയാൻ വെച്ചത് പേപ്പർ പോലും തറയിട്ടിട്ട് അവർ പോയതാ. അത്രയ്ക്ക് ശോകമായിരുന്നു. ടൊവിനോ എങ്ങനെ ഉണ്ടായിരുന്നു? ടൊവിനോ കൊള്ളാം, പക്ഷെ സ്റ്റോറി പോയി. ഒരു വമ്പൻ സർപ്രൈസ് സംഭവമാണ്. ഞാൻ കുറച്ച് പ്രതീക്ഷിച്ചു, പക്ഷെ അത്രയും ഒത്തില്ല. കാരണം ഈ പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞിട്ട് അടിയൊക്കെ കുറേ ഉണ്ടാവുന്ന വിചാരിച്ചത്. ഫസ്റ്റ് ഹാഫിലെ അടി കൊള്ളാം, പിന്നെ ഇൻട്രോയുടെ ആണെങ്കിൽ ഇമ്പാക്റ്റ് ഇല്ല, സ്റ്റോറിയുടെ ആണെങ്കിൽ കണ്ടുമടുത്ത സ്റ്റോറി. പിന്നെ ആകെ കൊള്ളാവുന്ന സെക്കൻഡ് ഹാഫാണ്. ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ആവറേജ്, സെക്കൻഡ് ഹാഫ് കൊള്ളാം. പക്ഷേ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ആ വാർ സീക്വൻസും അതെല്ലാം കൊള്ളാം. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ ക്യാമിയോ തൂക്കിയിട്ടുണ്ട്. ബാക്കി ഇനി കണ്ടറിയാം, വിഷു തൂക്കുമെന്ന് തോന്നില്ല. ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 6/10 കൊടുക്കാൻ പറ്റും. ഒരു തിയേറ്റർ മെറ്റീരിയൽ കാണാനുള്ളതുണ്ടോ? തിയേറ്റർ മെറ്റീരിയൽ അതാണെങ്കിൽ ക്ലൈമാക്സ് മാത്രമാണെങ്കിൽ ഓക്കെ, തിയേറ്റർ വാച്ച് ആണ്. പക്ഷെ ഒത്തില്ല, കുറച്ചും കൂടെ എടുക്കാൻ. പിന്നെ പൊളിറ്റിക്സ് ഒക്കെയാണ് വിഷയം. അപ്പോൾ ആൾക്കാർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് ഡൗട്ടാണ്. മേക്കിങ്ങും പോരാ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലൈമാക്സ് ആണ് ഏറ്റവും ബെസ്റ്റ്. അതില് അങ്ങനത്തെ ഒരു ഇതാണ്. ഡിജോയുടെ അടുത്ത മൂവിക്ക് വെയിറ്റിംഗ്. കടുവ മൂടൊക്കെ ഉണ്ടാ ട്രെയിലർ കണ്ടിട്ട്? കടുവ പിന്നെയും കൊള്ളാൻ തോന്നുന്നു. ഹാഫ് കുഴപ്പമില്ലായിരുന്നു, സെക്കൻഡ് ഹാഫ് നല്ല ഇതുണ്ടായിരുന്നു. പിന്നെ ഡിജോ ജോസിന്റെ പണ്ടത്തെ പടത്തിന്റെ അത്രയും വന്നിട്ടില്ല, മുമ്പത്തെ ഫിലിമിന്റെ ആ ഒരു ഇതിൽ വന്നിട്ടില്ല. പിന്നെ ടൊവിനോ കൊള്ളാം, അടിപൊളിയാണ്. ആക്ഷൻ പരിപാടി വർക്കായിട്ടുണ്ട്. പിന്നെ ഒരു ക്യാമിയോ റോൾ ഉണ്ട്, അത് എന്താ പറയുന്നില്ല, നിങ്ങൾ പടം കണ്ട് തന്നെ തിയേറ്ററിൽ കാണാനുള്ളതുണ്ടോ? തിയേറ്ററിൽ കാണാനുണ്ടോ? നെഗറ്റീവായിട്ട് എന്താണ് തോന്നി? സ്റ്റോറി നെഗറ്റീവായിട്ട് പിന്നെ പെട്ടെന്ന് പടം എൻഡ് ചെയ്ത് കണക്ക് ഒരു തോന്നിപ്പോയി. ഓക്കെ, ടൊവിനോ നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ എല്ലാം കൊണ്ട് നല്ല സിനിമയായിരുന്നു, നല്ല ഡയറക്ഷൻ, അടിപൊളി പടം. 100 ക്യാമിയോ ഒക്കെ വൻ സർപ്രൈസ് ഒക്കെ ആയിരുന്നു. ഫൈറ്റ് സീനൊക്കെ ഒന്നും പറയാനില്ല, സൂപ്പർ ഫൈറ്റ് സീൻസ് ഒക്കെ. കണ്ണോട്ടിരിക്കാം. ഒരു മാസ് ആക്ഷൻ എന്ന് പറയാനുണ്ടോ? വിഷുവിന് അത്യാവശ്യം മാസൊക്കെ ഉണ്ട്, കണ്ണോട്ടിരിക്കാം. ഓരല്ലാതെ കണ്ണോട്ടിരിക്കാം. നല്ല സിനിമയായിരുന്നു.
ഇഷ്ടമായി, നല്ല സിനിമയായിരുന്നു. ക്യാമിയോ ഒക്കെ എങ്ങനെയുണ്ട്? സർപ്രൈസ് സർപ്രൈസ് ക്യാമി അടിപൊളിയായിരുന്നു. അത് കുറച്ച് നല്ല സർപ്രൈസ് എലമെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ. നല്ല കിടിലം പടമായിരുന്നു, വിചാരിച്ച കാട്ടി നല്ല രീതിക്ക് വന്നു. ഫസ്റ്റ് വാച്ച് പടമാണ്, നല്ല പടമാണ്. മസ്റ്റ് വാച്ച് ആണ്. വിഷു തൂക്കാനുള്ള ഐറ്റം ഉണ്ടോ? തൂക്കാൻ അങ്ങനെ അത്രേ ഇല്ല, എന്നാലും തിയേറ്റർ വാച്ച് ആണ്.